ശബരിമലയിൽ നമ്മൾ കേൾക്കാത്തതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടോ, അതോ ഈ സഹാക്കന്മാരും ഈ കോൺഗ്രസും കൂടെ ചേർന്ന് അതിനെയൊക്കെ അതും കൊണ്ടുപോയോ എന്നുള്ള ഒരു സംശയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒക്കെ. ഇപ്പൊ അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നു. അമിത്ഷാ വരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരള ജനതയോട് പറയാനും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനും വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയായിരിക്കും CPM-നെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്ന അമിത്ഷായുടെ വരവ്? അമിത്ഷായുടെ വരവില് കോൺഗ്രസ് മാത്രമല്ല പ്രതിരോധത്തിലാവുക. അദ്ദേഹത്തിന്റെ മുഖ്യ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി തന്നെയാണ്. അതിന്റെ ഭാഗങ്ങളല്ലാത്ത BJP മാത്രമല്ലേ ഉള്ളൂ കേരളത്തിൽ. പിന്നെ ചെറിയ ചെറിയ പാർട്ടികൾ NDAയുടെ സഖ്യകക്ഷികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തന്നെയായിരിക്കും. അപ്പൊ അദ്ദേഹം പറയാൻ പോകുന്ന ഒരു അജണ്ട, രാഷ്ട്രീയമായ അജണ്ട, അവർ രാഷ്ട്രീയം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വികസനത്തിന്റെ ഒരു യോഗമോ ഉദ്ഘാടനമോ കമ്മീഷനിങ്ങോ നടത്തുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പറയാറില്ല സാധാരണഗതി. അപ്പൊ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ശംഖൊലി നാദമാണ് നമ്മളിപ്പോൾ കേൾക്കാം. പാഞ്ചജന്യം ശക്തമായിരിക്കും. ഇന്ത്യ മുന്നണിക്കെതിരെ തന്നെ ആയിരിക്കും പറയുന്നത്. ശബരിമല കൊള്ളയുടെ പിന്നിൽ ഇന്ത്യ മുന്നണി എല്ലാവരും ഉണ്ട്, ഇല്ലാത്തവരാരുമില്ല. അങ്ങ് സോണിയാഗാന്ധി ഓർത്തിട്ട് ഇങ്ങേ അറ്റത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പരികർമ്മി വരെ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കും. അങ്ങ് മഹാറാണി മുതൽ ഇങ്ങ് പരികർമ്മി വരെ കിടക്കുക. ആ കാര്യം സ്കോർ ചെയ്യാൻ പറ്റിയ വിഷയമാണ്. പക്ഷേ എന്നിരിക്കെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP-യോ സഖ്യകക്ഷികളോ അത് മുഖ്യ വിഷയമാക്കിയില്ല. അതൊരു തെറ്റായി പോയി ഇന്നിപ്പോ അവരുടെ കോർ കമ്മിറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, മറ്റു ചില ശുഭപ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. തലശ്ശേരി, കൊടുങ്ങല്ലൂര്, വർക്കല, അങ്ങ് പന്തളം പോയി കിട്ടും. പന്തളത്ത് പിന്നെ തമ്മിലടി. എനിക്ക് പണ്ടേ അറിയായിരുന്നു അത് തീരുമെന്നുള്ള അറിയാം. മര്യാദയ്ക്ക് ഭരിക്കാൻ അറിയാത്ത എന്റെ സദ്ഭരണമില്ലാത്ത എന്റെ ഫലം അത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ മറ്റുള്ളിടത്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? പോയതിന്റെ കാര്യം ശബരിമല എന്ന് പറയുന്ന ഈ മുഴുവൻ ഭക്തജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ വേണ്ടത്ര കരുതലും ജാഗ്രതയും ഉണ്ടായില്ല. വികസനം എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിൽ മാത്രം ഒതുങ്ങി. കോടതി കൊണ്ട് കേസ് കൊടുത്തിട്ട് കാര്യമില്ല. നാമജപ ഘോഷയാത്രയ്ക്ക് പകരം നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടുള്ള ഒരു യാത്രയെങ്കിലും നടത്തേണ്ടതായിരുന്നു. പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പ്രതിഷേധവും BJP നടത്തിയില്ല. അതുകൊണ്ടാണ് NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് BJP-ക്ക് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. NSS-ന്റെ മന്നത്തിന്റെ 149-ാം ജയന്തി ആഘോഷത്തില് അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞു. പറയാനൊരു വടി കൊടുത്തതല്ലേ, അടിക്കാനൊരു വടി കൊടുത്തതല്ലേ, നേരത്തെ ചെയ്യാമായിരുന്നില്ലേ, പ്രക്ഷോഭം ശക്തമായിട്ട് ചെയ്യാമ. NSS ചെയ്തില്ല. പക്ഷെ BJP-യെ വഴി പറയുന്നു. അതിന് അവസരം കൊടുക്കരുത്. കാരണം എന്താണ്, വോട്ട് കിട്ടേണ്ടത് NSS-നല്ല, ആർക്കാണ്? BJP-ക്കാണ്. അപ്പൊ ഈ പ്രാവശ്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവര് നിയമസഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതൊരു വിഷയമാക്കുകയാണ്. അതായത് 14-ാം തീയതി, ഈ മാസം 14-ാം തീയതി, ജനുവരി 14, സംക്രമ ദിവസം കൂടെ അല്ലേ അത്? ആ ദിവസം ശബരിമല മകരസംക്രമ ദിനം ശബരിമല സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുക. ശബരിമല സംരക്ഷണ ദിനം. കാരണം ശബരിമലയിൽ ഏറ്റവും ഭക്തജനങ്ങൾ കൂടുന്ന ഒരു ദിവസമാണ്, പുണ്യദിനവും. അന്ന് ആരംഭിക്കുകയാണ്. തുടർന്ന് ഓരോ വീട്ടിലും കയറിയിറങ്ങി അവിടെ നടന്ന തീവട്ടിക്കൊള്ള അതിൽ 2 മുന്നണിക്കും പങ്കുണ്ട്, ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും എന്നുള്ള കാര്യം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞ ഞങ്ങള് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് വിഷയമാക്കില്ലെന്നോ. ഇപ്പൊ തിരുത്തി. ഇപ്പൊ ഔദ്യോഗികമായിട്ട് തന്നെ MT രമേശ് പറഞ്ഞിട്ടുണ്ട്, ശബരിമല ഞങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കും. വിഷയമാക്കാത്തതിന്റെ പരാജയമാണ് പിന്നെ തിരുവനന്തപുരത്ത് എങ്ങനെ വിജയിച്ചതെന്ന് അറിയാമോ? ആര്യ രാജേന്ദ്രനെ സഹിക്കാൻ വയ്യാതെ വോട്ട് കൊടുത്തു പോയതാ. ഇതുപോലെ പിണറായി വിജയനെ സഹിക്കാൻ വയ്യാതെ എങ്ങനെ UDF-ന് വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിച്ചു, അതുപോലെ സഹിക്കാൻ വയ്യാതെ ഗതികെട്ട് ഇവന്റെ തലയിൽ ഇരിക്കട്ടെ വോട്ട് മുടിഞ്ഞു പോകാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വലതുപക്ഷം. എന്നിട്ട് ജനങ്ങൾ അവിടെ വലതുപക്ഷത്തിനെയും കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. വലതുപക്ഷത്തിനെ കൊണ്ടുവന്നില്ല. വലതുപക്ഷത്തിനെ കൊണ്ടുവരാതിരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ബേസ് വർക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അവിടെ ചെയ്തിരുന്നു. ഇത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഈടുവയ്പ്പാണത്. അല്ല ഇപ്പൊ തുടങ്ങിയതല്ലത്, വർഷങ്ങളായിട്ടുള്ള ഈടുവയ്പ്പ്. സോളിഡ് ബേസ് ആണ്. പതുക്കെ അതറിയാമല്ലോ, പതുക്കെ ബിൽഡപ്പ് ചെയ്ത
ഇപ്പൊ കോൺഗ്രസിന് പകരമുള്ള സംഘടനയായിട്ട് BJP തിരുവനന്തപുരത്ത് മാറി. അതെ 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 അതെ. പണ്ട് ഇതൊരു വർഗീയ സംഘടനയാണെന്നൊരു തെറ്റിദ്ധാരണ പരത്തിയിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പിണറായി വിജയനും സതീശനും പറയുന്നെങ്കിലും ഇപ്പൊ യേശുന്നില്ല പറയുന്ന പോലെ. മനസ്സിലായില്ലേ? ഇപ്പൊ യേശുന്നത് ക്രൈസ്തവ സഭകളിലാണ് യേശുന്നുണ്ടത്. അതുകൊണ്ട് അവരെ കരകളിനെ തടഞ്ഞു എന്നാ പറഞ്ഞ കാള പറ്റും എന്ന് പറഞ്ഞ് കയറെടുത്തും കൊണ്ട് ഇന്ത്യ ചിലരുടേത് മാത്രമല്ലെന്ന് മനോരമ എഡിറ്റോറിയൽ എഴുതി പേടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ അവരെ വിരളി പിടിപ്പിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഹിന്ദുക്കളിലെ മതേതര വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളിൽ അതൊന്നും ഏറുന്നില്ല. അങ്ങനെയുള്ള അപകടം പിടിച്ച കക്ഷിയൊന്നും അല്ല. തീവ്രവാദികളാണ് ഏറ്റവും അപകടം എന്നുള്ള തിരിച്ചറിവ് അവരാണ് ക്രിസ്ത്യാനികൾക്കും. ഒരു ഉദാഹരണം കേൾക്കണം. ബംഗ്ലാദേശിലെ ഈ ന്യൂനപക്ഷ മുന്നണിയുടെ പേരെന്തറിയാം? ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് മുന്നണി. ഇതൊക്കെ പല സഭാധ്യക്ഷന്മാരൊക്കെ പ്രസംഗിക്കും മുമ്പ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. കാരണം ആരാ അപകടകാരികള്? ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അപകടം വിതയ്ക്കുന്ന ആരാ? കാശ്മീരിൽ ആരാ വിതച്ചത്? ബംഗ്ലാദേശിൽ ആരാ വിതയ്ക്കുന്നത്? പാകിസ്ഥാനിൽ ആരാ വിധിക്കുന്നത്? നൈജീരിയയിൽ ആരാ വിതയ്ക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാതെ കൊണ്ട് ശ്രീലങ്കയിൽ ഈസ്റ്റർ കലാപം ഉണ്ടാക്കിയത് ആരാ? ഓസ്ട്രേലിയയിൽ ജൂതന്മാരെ കൊന്ന ആരാ? ഇതൊക്കെ മനസ്സിലാക്കാതെ ഇവിടെ ഉണ്ടാകുന്ന ചില ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേര്, ക്രമസമാധാന പ്രശ്നം പോലീസ് അത് നിയന്ത്രണിക്കണമായിരുന്നു. അതിന്റെ പേരില് സഭാധ്യക്ഷന്മാരും ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പറയുകയാണ് ഹിന്ദുക്കളുടെ സ്വന്തമൊന്നുമല്ല കേരളം, അവരെങ്ങാണ്ടൊന്നും വന്നതാണ്, ഞങ്ങളുടെ വകയാണെന്നുള്ള മട്ടിൽ പ്രസംഗിക്കുക. എന്തിനാ സഭാധ്യക്ഷന്മാർ? നിങ്ങൾ പഠിക്കുന്നവരല്ലേ, സെമിനാരിയിലൊക്കെ പോയി മനസ്സിലാക്കണ്ടേ ഇത്? ആരാണ് കുഴപ്പക്കാർ? നിങ്ങൾക്ക് ആരാ പള്ളി വെക്കാൻ സ്ഥലം തന്ന? ആദ്യം അതൊന്ന് പറ. നിങ്ങൾക്ക് ആരാ ഭൂമി വിട്ടു തന്ന? വനഭൂമി ഏക്കർ കണക്കിന് എടുത്തോന്നും പറഞ്ഞ് കൊണ്ടുപോയിക്കോടാന്ന് പറഞ്ഞ് എടുത്തു തന്ന? അങ്ങനെ നിങ്ങളൊന്നും നിങ്ങളുടെ ഈ മതപരിവർത്തനത്തിന്റെ മിഷണറിമാർക്ക് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് പോയെന്ന് പ്രവർത്തിക്കാം, കേരളത്തിൽ പൊട്ട മുസ്ലിങ്ങൾ മുർഷിദാബാദിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഒറ്റ മിഷണറി ഉണ്ടോ അവിടെ? കഴുത്തിന് മുകളിൽ തല കാണില്ല. എന്നിട്ട് പിന്നെ ഈ ചെറിയ ഈ നിങ്ങളുടെ കണ്ണിലെ കമ്പ് എടുത്ത് കളഞ്ഞിട്ട് വേണം അയാളുടെ കണ്ണിൽ കരടുണ്ടെന്ന് പറയുന്ന പോലെയാണ് സംഭവങ്ങൾ. അപ്പോ സോണിയാഗാന്ധിക്ക് ശബരിമല വിഷയത്തില് പങ്കാണ് ഇപ്പോൾ എല്ലാ സാധാരണക്കാരടക്കം ചോദിക്കുന്നത്. ചില നല്ലവരായ കോൺഗ്രസ്സുകാരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ശബരിമലയിൽ അടിച്ചു തുളച്ചുകൊണ്ടിരുന്ന തൂത്തുവാരി, അതായത് മേൽശാന്തിയും തന്ത്രിയും പൂജയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ കണ്ണിപ്പോലും പെടാതെ വന്ന് നിന്ന് അത് അടിച്ചു വാരി തൂത്തു പോവേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി? കാരണം സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല, കരുണാരം പോലും കാത്തു നിന്നിട്ട് കാണാൻ പറ്റാത്ത ഒരാളാണ്. കരുണാരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. പിണങ്ങിപ്പോയി വേറെ പാർട്ടി ഉണ്ടാക്കി. ഹേമന്ത വിശ്വകർമ്മ കോൺഗ്രസ് വിട്ടുപോയിട്ട് BJP ചേർന്നു. ഇപ്പൊ അസം മുഖ്യമന്ത്രിയാണ്. അപ്പൊ ജനങ്ങൾ ചോദിക്കുന്ന തെറ്റില്ലല്ലോ, എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയെ കണ്ടു എന്നുള്ളത്. അതെ അതെ, കൊണ്ടുപോയത് ഉദ്ദേശം വ്യക്തമാക്കേണ്ടതില്ലേ? അത് ഇതുവരെ പറയുന്നില്ല, മിണ്ടുന്നില്ല. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ തന്റെ അസുഖം എന്താണെന്നുള്ളത് പറയാത്തത് പോലെ. അത് പിന്നെ പ്രൈവസിയാണ്. ഇത് പക്ഷേ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു സംശയമാണ്. ഇപ്പൊ CBI ഏറ്റെടുക്കുമ്പോൾ പറയേണ്ടി വരും. ചോദ്യം ചെയ്യാൻ അവർക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മഹാറാണിയാണെന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. അവർ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് വേണം ഉത്തരം പറയാനെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതെന്തുമായിട്ട് അവരവരുടെ വഴിക്ക് നോക്കിക്കോളും കാര്യങ്ങള്. പക്ഷേ രണ്ട് മുന്നണികളും സംശയത്തിന്റെ നിഴലിലാണ്. നമുക്ക് സത്യമൊന്നും അറിയില്ല ഇതിന്റെ. SITക്ക് അറിയില്ല എങ്ങോട്ട് പോയിന്നോ, അവരും ഇങ്ങനെ കൺഫ്യൂഷനില്ല. ബബ്ബ എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സത്യം അറിയില്ല. പക്ഷെ ഇവരെ എല്ലാം നമ്മൾ സംശയിക്കണം.